ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തച്ചുംബീസ് വ്ലോഗ്. ഞാൻ രാവിലെ എഴുന്നേച്ചെന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഇന്ന് കൈക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ എന്ന്. ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ചമ്മന്തിക്കോ മുട്ട പൊരിക്കാനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പെട്ടെന്ന് ഇത് പൊളിച്ച് വെക്കുവാണേ. രാവിലെ ആകുമ്പം ആ ഒരു ഹാങ് ഓവറിൽ പെട്ടെന്ന് ഇതെല്ലാം ചെയ്യാം, ചെറിയ ഉള്ളി ചെയ്യാമല്ലോ. ഇച്ചിരി കഴിയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നൊക്കെ പൊതി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇന്ന് നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് എനിക്കൊരു വീഡിയോയാവും നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനിടയ്ക്ക് ഇവിടെ അരി ചോറ് തിളപ്പിച്ചൂറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചോറ് വൈകിട്ട് രാത്രി വെച്ചിട്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ രാവിലെ എടുത്ത് തിളപ്പിച്ചൂറ്റും. പിന്നെ അത് വൈകുന്നേരം വരെ കുഴപ്പമില്ലാതിരിക്കും. അങ്ങനെ അത് ആയിട്ടുണ്ട്. അങ്ങനെ ചോറ് ഊറ്റിയിടാൻ പോയി. പിന്നെ വന്നിട്ട് നമ്മുടെ ഉള്ളി, മുട്ടയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ഞാൻ കയ്യോറയൊന്നും ഇടാതെ ഇങ്ങനെ വെച്ചാണ് അരിയുന്നത്. എനിക്ക് അങ്ങനെ അരിയണം എപ്പോഴേ കുറച്ചുകൂടെ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അച്ചാർ വേണ്ടവർ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് എൻ്റെ നമ്പർ, അച്ചാർ ഓർഡർ ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കുമേ. പിന്നെന്താ പറയുന്നത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നെയും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇത്രയായിട്ടുള്ളൂ. ഒന്ന് മൂപ്പിച്ചെടുക്കണം, എങ്കിലേ നമുക്കൊക്കെ ഇഷ്ടമുള്ളൂ കഴിക്കും. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കൈക്ക് കാപ്പി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഞാൻ മാവ് ദോശക്കല്ലിൽ ഒഴിച്ചപ്പോഴാണ് കാരണം എനിക്കിന്ന് കാപ്പി വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ മാവ് ഒരെണ്ണം ചുട്ടിട്ട് അത് ഓഫാക്കി വെച്ചു. ഞാൻ ഇങ്ങനെ അടച്ചൊക്കെ വെച്ചത് അപ്പത്തിൻ്റെ മാവാണെന്ന് പറഞ്ഞു. പിന്നെ ചുട്ടപ്പോഴാണ് മനസ്സിലായി ദോശയായിരുന്നെന്ന്, ദോശമാവായിരുന്നെന്ന്. പിന്നെ ആ ചോറ് പൊതി കിട്ടാൻ റെഡിയാക്കി എടുത്തു. കറികളൊക്കെ വെച്ച് കൊടുത്തു. ചമ്മന്തിയുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ അച്ചാർ, പിന്നെ ഒരു മുട്ട പൊരിച്ചത്. അത്രയും മതി. ആഡംബരമൊന്നുമില്ല കേട്ടോ, നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ. അതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. പിന്നെന്താ, ഈ അച്ചാർ വെച്ച് കൊടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പം നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, നല്ല സെയിലായി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ അച്ചാറാണ്. പിന്നെ മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ അപ്പോഴത്തേനൊക്കെ വന്നിട്ട് പൊതിഞ്ഞെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.